നമ്മളിനി കൺസോളേഷനിലേക്ക് പോവാണ്. നമ്മൾക്കിപ്പോൾ ട്രെൻഡ് രണ്ടും മനസ്സിലായി ഇല്ലേ? മനസ്സിലായി നമുക്ക്. ഒരേ സമയം ആളുകൾ ഒരേ സമയം ബയ്യേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആയിട്ടിരിക്കും. എന്തിനാണെന്നറിയോ ഇത് ചെയ്യുന്നത്? എന്തിനായിരിക്കും ചെയ്യുന്നത്? ഇത് കണ്ടാൽ തന്നെ അറിയാം കുറേ വിക്കുകൾ താഴോട്ടേക്കും മുകളിലോട്ടൊക്കെ വരുന്നുണ്ട്. എന്തിനായിരിക്കും എന്നറിയോ ഇത് ചെയ്യുന്നത്? ബ്രേക്ക്ഔട്ട് റോങ്. അടുത്ത ആൾ പറയും. ബ്രേക്ക്ഔട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക്ഔട്ട് അല്ല, അടുത്ത് പറയും. എന്തിനാണ് ഇത് ചെയ്യുന്നത്? നല്ലൊരു മൂവ് മുകളിലോട്ടേക്കോ താഴോട്ടേക്കോ വരാം. നല്ലൊരു മൂവ് അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇവിടം വരെ എത്തിയെന്ന് വിചാരിച്ചു മാർക്കറ്റിൽ. റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? സെൽ ചെയ്യും, ബൈ ചെയ്യും. ഇവിടുന്ന് ബൈ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ബൈയിങ് ഓർഡർ. കാരണം താഴോട്ടേക്ക് വരുമ്പോൾ റീടെസ്റ്റ് വരുമ്പോൾ മാക്സിമം റീടെസ്റ്റ് വരാനുള്ള ഏരിയ ഇതാണ് ബൈ ചെയ്തത്. റീറ്റെയിലേഴ്സ് വെച്ച് സെൽ ചെയ്യല്ലേ ചെയ്യാം. ഞാൻ ഇവിടുത്തെ കാര്യം താഴോട്ട് വരയ്ക്കാം. താഴോട്ട് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? ബൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. മാർക്കറ്റ് റീടെസ്റ്റ് വരുമല്ലോ. റീടെസ്റ്റ് വരുന്ന സമയത്ത് ബൈ ചെയ്യാൻ വേണ്ടി നേരെ വരും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. നേരെ മുകളിലോട്ട് പോകും. ഇതേ ആക്ഷൻ തന്നെ ഇവിടെ ചെയ്യും. റീറ്റെയിലേഴ്സിനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ബൈയിങ്ങും സെല്ലിങ്ങും സ്ട്രോങ് ആയി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ചെയ്യാം. ഈ വിക്കുകളൊക്കെ കണ്ടില്ലേ? കണ്ടോ? ഈ പിക്ചറിലെ വിക്കുകളൊക്കെ കണ്ടില്ലേ? വിക്കുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഷാഡോസ് വിക്ക് ഇതൊക്കെ മനസ്സിലാവണില്ലേ? ഈ വിക്കുകളൊക്കെ കണ്ടോ? ഈ വിക്കുകളൊക്കെയാണ് റീറ്റെയിലേഴ്സ് പെടുന്ന കാര്യം. എന്നുവെച്ചാൽ റീറ്റെയിലേഴ്സ് ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിന് നമുക്ക് സംഭവം കിട്ടണം, അല്ലെങ്കിൽ ഓർഡർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? തൊട്ട് താഴെ കൊണ്ടുവന്നേക്കും. കണ്ടോ? ഇതൊക്കെ കണ്ടോ? ഒരു ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ താഴേക്ക് വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്തു? അതിനെ എൻഗൾഫിങ് ചെയ്ത് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഏരിയയിൽ കൺസോൾട്ടേഷൻ ഏരിയ, കൺസോൾട്ടേഷൻ നടക്കുന്ന ഏരിയയിൽ എന്ത് ചെയ്യണം? നമ്മൾ മുന്നും പറഞ്ഞിട്ട് എന്തും ചെയ്യണം. നമ്മളിങ്ങനെ കണ്ടിരിക്കുക, ഒന്നും ചെയ്യാതെ കണ്ടിരിക്കുക, അവോയ്ഡ് ചെയ്യണം, കണ്ടിരിക്കുക മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ കൺസോൾട്ടേഷൻ നിൽക്കുന്ന സമയത്ത്, നമുക്ക് കണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ ബ്രേക്ക്ഔട്ട് കിട്ടും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ബ്രേക്ക്ഔട്ട് കിട്ടും. ഇതിപ്പോൾ മുകളിലേക്കാണെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് എന്ന് വിചാരിച്ചാൽ, എനിക്ക് വരയ്ക്കാൻ പറ്റണില്ല, അപ്പോൾ ഞാൻ ഇവിടുന്ന് വരയ്ക്കാം. ഇങ്ങനൊരു മൂവ് ചെന്നിട്ട് ഇവിടുന്നൊക്കെ ആയിരിക്കും റീടെസ്റ്റ് എടുത്ത് മുകളിലോട്ട് പോവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് വന്നിട്ട് ഇത് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. റീടെസ്റ്റിൽ ഇത്രയധികം താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ലെഗ് തന്നെ കേട്ടോ വരും. നെക്സ്റ്റ് ലെഗ് തന്നെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇത് മുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് ആയിരിക്കും മുകളിലോട്ട് പോവുക. അപ്പോൾ ബ്രേക്ക്ഔട്ട് ട്രേഡിന് നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടത്തരമൊന്നുമല്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. പക്ഷേ വരവ് സാധ്യത കുറവായിരിക്കും. ഈ ലെഗ് താഴോട്ടേക്ക് വരവ് സാധ്യത കുറവായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസോൾട്ടേഷൻ്റെ മുഴുവൻ പവറും ഈ ഒരു ഫേസിൽ അല്ലെങ്കിൽ ഒരു ലെഗിൽ കാണിക്കും. എന്നിട്ട് മുകളിലൊക്കെ പോയി കുറേ കൺസോൾട്ടേറ്റ് ചെയ്ത് കുറേ കൺസോൾട്ടേഷൻ വെച്ച് മൂവ് ചെയ്തിട്ട് കുറേയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒരു റീടെസ്റ്റിന് വരും ഇങ്ങോട്ട്. ആ റീടെസ്റ്റിൽ എടുക്കുമ്പോഴാണ് ക്യുക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യുക്ക് മൂവ്മെൻറ്റ് താഴെ നിന്ന് മുകളിലോട്ടൊക്കെ. ക്യുക്ക് മൂവ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻഡിൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകണം. വൺ സൈഡ് ക്യാൻഡിൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകണം കാണാം. ഇതേപോലെ തന്നെ വൺ സൈഡ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന കാണാം. ശ്രദ്ധിച്ചോ? ഞാൻ ജസ്റ്റ് പ്രൈസ് ആക്ഷൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ നിങ്ങൾ നാളെ മുതൽ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ശ്രദ്ധിച്ചോ. ഓക്കെ, ഇത് മനസ്സിലായോ? റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടിൻ്റെ ഈ കാര്യം മനസ്സിലായോ? മനസ്സിലായില്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ അപ് ട്രെൻഡിന് ആയിരിക്കുന്ന സമയത്ത് കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് അപ്ലോട്ട് തന്നെ ആയിരിക്കത്തില്ലേ? പറയാൻ പറ്റില്ല നമുക്ക്. മിക്കവാറും സമയത്ത് അത് ഞാൻ പ്രൈസ് ആക്ഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. പ്രൈസ് ആക്ഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കും നിങ്ങൾ. പ്രൈസ് ആക്ഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പാറ്റേൺ, അതിനാണ് ഞാൻ പാറ്റേൺ ചോദിച്ചത്. അപ്പോൾ പാറ്റേൺ ആർക്കും എന്താണ് താല്പര്യം ഉണ്ടായിരുന്നു? ഒരാൾ പോലും പാറ്റേൺ ചെയ്തിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, അത് അറിയാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. ഞാൻ പാറ്റേണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പാറ്റേൺ ആണ്.
ഇതെന്ത് പാറ്റേൺ ആണ്? ഓ, ആളെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞല്ലോ. കീർത്തിക്ക് ഇത് എന്ത് പാറ്റേൺ ആയിരിക്കും? ഏതാ? ഇത് ഇതിൻ്റെ ഒരു ലെഗ് മിസ്സാണ്. ഇതെന്ത് പാറ്റേണാ? ഇതെന്ത് പാറ്റേണാ കീർത്തി? ഫ്ലാഗ്. ഫ്ലാഗ് പാറ്റേൺ ആണോ? അതെ അതെ. അല്ലേ? ഫ്ലാഗ് പാറ്റേണിൽ എന്താണ് യൂഷ്വലി സംഭവിക്കാറ്? എങ്ങനെ മൂവ് ചെയ്യാറ്? ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് റിവേഴ്സലാണ് സംഭവിക്കാറ് ഫ്ലാഗ് പാറ്റേണിൽ. അവിടുന്ന് ബ്രേക്ക് ചെയ്യപ്പോ താഴോട്ട് വന്നിട്ട് പിക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെയല്ലേ പോവാ? ശ്രദ്ധിച്ചിട്ടില്ല? ഓക്കെ, ഞാൻ ഫ്ലാഗ് പാറ്റേൺ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. പാറ്റേണിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ഇത് മനസ്സിലായല്ലോ? റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ? ഈ ഒരു ഇതിൽ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കി, എന്താണ് ഇതിന്റെ പ്രത്യേകത? ആർക്കെങ്കിലും മനസ്സിലായോ? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് സപ്പോർട്ടാണ്. അതെ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് സപ്പോർട്ടായി, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ആയി. ഓക്കെ, ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. മൂവ് ചെയ്തു, മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തായി? റെസിസ്റ്റൻസ് ബ്രേക്കായി ഇല്ലേ? റെസിസ്റ്റൻസ് ബ്രേക്കായി. ഈ ഒരു ലെഗ് വിട്ടേക്കട്ടെ, ഈ ഒരു ഏരിയ വിട്ടേക്ക്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇതിപ്പോൾ ഒരു വലിയ ടൈം ഫ്രെയിമിലാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഏരിയ ആണെന്ന് വിചാരിച്ചു. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇത്രയും പോയി കഴിഞ്ഞ് ഫസ്റ്റ് ടൈമിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ വന്നു. റിജക്ഷൻ വരുന്ന സമയത്ത് ഇത് എന്തായിരിക്കും? ഈ ഏരിയ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും. ഒന്നും കൂടി വന്നു, അവിടെ ഒന്നും കൂടി പോയിരുന്ന സമയത്ത് റിജക്ഷൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യം വെറും റെസിസ്റ്റന്റ് ആയെങ്കിൽ രണ്ടാമത്തെ എന്താണ്? സ്ട്രോങ് റെസിസ്റ്റന്റ് ആയി. അല്ലേ? മൂന്നാമത് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? വേണ്ട. എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി രണ്ട് സൂചന തന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ യൂഷ്വലി റീറ്റെയിലേഴ്സ് അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും മറ്റവർ ചിന്തിക്കുന്നത്? വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ത് ചെയ്യും? അത് സ്ട്രോങ് ആകാൻ വേണ്ടി ഒരു തവണ കൊണ്ടുവന്ന് 1-2 തവണ വയ്ക്കും. ഈ 1-2 തവണ വയ്ക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോയി ട്രേഡ് എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ കണ്ടോ? ചില ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് സപ്പോർട്ടിലും. ചില ഏരിയയിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? വലിയ മൂവ്മെന്റ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കൺസോളേഷൻ എന്ന് പറയാൻ ഒരു ചെറിയ നമ്മളിങ്ങനെ ഒരു ഇതിൽ കാണുമ്പോഴാണ് കൺസോളേഷൻ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ മൂവ്മെന്റ് താഴോട്ടേക്ക് മുകളിലോട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും. എന്നിട്ടാണ് ഈ ഏരിയയിലേക്ക് വീഴുന്നത്. സപ്പോർട്ട് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് വീഴുന്നത്, അവിടുന്ന് പെട്ടെന്ന് മുകളിലോട്ട് വരുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെപ്പോഴും എപ്പോഴും കാണുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ എത്ര ഇത് എടുത്തു? എത്ര ടൈപ്പ് ഓഫ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തു എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എത്ര ടൈപ്പ് ആൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തു എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഒരു ഏരിയനെ വേറൊരു പേര് വെച്ച് വിളിക്കൂടെ? എന്തായിരിക്കും വിളിക്കുക? ഓരോ തവണ വരുമ്പോഴും മൂവ്മെന്റ് നടത്തുന്ന ഈ ഏരിയനെ
ഈ ഒരു ഏരിയ, ഇതിനൊരു ഏരിയ ആയിട്ട് കൂടാം. നേരത്തെ ഏരിയ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഒരു ഏരിയനെ നമ്മൾ എന്തായിട്ട് വിളിക്കും? ഡിമാൻഡ് സോൺ. ഡിമാൻഡ് സോൺ. ഈ ഏരിയനെ ഡിമാൻഡ് സോൺ. എന്തുകൊണ്ടാണ് ഇത് സോൺ എന്ന് വിളിക്കുന്നത്? സോൺ എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താണ്? സോൺ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? ഒരു സ്ഥലം, കുറെ ഏ? ഒരു സ്ഥലം തന്നെ ഉണ്ടാവും. ഒരു നമ്മൾ പറയാം ഒരു സോൺ അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് രണ്ടും ഒരു തന്നെയാണ്. ആ ഏരിയയിൽ എന്തായി, സോണിൽ എന്തായും, ഡിമാൻഡ് സോണിൽ ഒരുപാട് എന്തുണ്ടാവും? നേരത്തെ സിംഗിൾ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ, ഓരോ സിംഗിൾ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ബയ്യേഴ്സും സെല്ലേഴ്സും, ഡിമാൻഡ് സോണിൽ ബയ്യേഴ്സും, സപ്ലൈ സോണിൽ റെസിസ്റ്റൻസിനെ സപ്ലൈ സോണെന്നും സപ്പോർട്ടിനെ ഡിമാൻഡ് സോൺ എന്നാണ് പറയാം. ഐ മീൻ അതിന് സോണായിട്ട് ക്രിയേറ്റ് ആവുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒറ്റ ഇതിലൊന്നും പോകുന്ന സമയത്ത് നമ്മൾ സോൺ എന്ന് പറയില്ല. ഇങ്ങനെ വന്ന് 1-2 തവണയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ സോൺ എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ കൂടുതലുണ്ടാവും, ഇവിടെ ബയ്യേഴ്സ് കൂടുതലുണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ സെല്ലേഴ്സ് കൂടുതലുണ്ടാവും. ഈ സിങ്ങുകളിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ, ഈ പറഞ്ഞ സിങ്ങുകളിൽ ഉണ്ടാവുന്നതിനേക്കാൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, നേരത്തെ കാണിച്ചില്ലേ, ഈ സിങ്ങുകളിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ സോണുകളിൽ ബയ്യേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഏരിയ ഏതാണ്? ഓർഡർ എടുക്കാൻ സോണുകളാണോ? അതെ. ഇനി ഞാൻ താഴോട്ട് വരാം. ഇതിലൊരു സോൺ ഏതാപ്പോ? ഇതിലൊരു സോൺ ഏതാ? കൺഫ്യൂഷനായി, അവിടെ നിൽക്കട്ടെ, ഞാനത് അഡ്വാൻസ്ഡ് കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം എത്ര എണ്ണം എടുത്തു? ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. 1, 2, 3, ബേസിക്കായ 4 എണ്ണം നമ്മൾ എടുത്തു ഇല്ലേ? എടുത്തോ? അതെ. ഇനി 5-മത്തെ. ഇങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? യെസ്. ഇങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ തന്നെ പലരും അതിൽ എൻട്രി സ്റ്റൈലായിട്ട് എടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത സപ്പോർട്ടോ? എന്തുകൊണ്ട് മാർക്കറ്റ് ഇതിന്റെ മുകളിലേക്ക് പോയില്ല? ശരി, അത് ഓൾ ടൈം ഹൈ. ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ സെല്ലേഴ്സ്. ഓൾ ടൈം ഹൈ ഒക്കെ അവിടെ ഇരുന്നോട്ടെ. ഓൾ ടൈം ഹൈ ഞാൻ പറഞ്ഞത് അത് കൺസെപ്റ്റ് തെറ്റാന്നല്ല, നിങ്ങൾ തന്നെ അങ്ങനെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ എന്താണ് ഓൾ ടൈം ഹൈ? അതൊക്കെ ഹൈ ഒക്കെ, ഹൈ ലോ, ഡേ ഹൈ, വീക്ക്ലി ഹൈ, ഓൾ ടൈം ഹൈ, മന്ത്ലി ഹൈ, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? സെല്ലേഴ്സ് ഇവിടെ കൂടുതലുള്ളതുകൊണ്ടല്ലേ? അല്ലേ? അല്ലേ? എല്ലാവരും സെല്ലേഴ്സ് കൂടുതലുള്ളതുകൊണ്ടല്ലേ? അപ്പൊ ഇവിടെ താഴെ ബയ്യേഴ്സില്ലേ? അപ്പൊ ഈ ഏരിയ എന്താണ്? ഈ ഏരിയ എന്താണ്? ഡിമാൻഡ് സോൺ. ഇത് ഡിമാൻഡ് ആണെങ്കിൽ മുകളിൽ എന്താണ്? സപ്ലൈ. കഴിഞ്ഞു കേട്ടോ പരിപാടി. അൻപർ മനസ്സിലായോ? ഒക്കെ ഒരു കൊറേയൊക്കെ ഒരു പുകമാരിയല്ലേ? ഞാൻ ക്ലിയർ ചെയ്ത് വരണം. ചാർട്ടിലും കൂടി കണ്ടാലും ഒന്നുകൂടി ക്ലിയർ ആവും. ഇതിപ്പോ ഞാൻ വരച്ചതിനേക്കാളും നിങ്ങൾക്ക് പെട്ടെന്ന് ചാർട്ടിൽ കാണുമ്പോഴാണ് ഇപ്പൊ ഞാൻ വരയ്ക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചാർട്ടിൽ കാണുമ്പോഴാണ്. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ, ഓൾറെഡി ഞാൻ അലാറം ഇട്ട് വെച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ടാവില്ല, എൻ്റെ അടുത്ത് വരെ എത്തി. ഓക്കെ, അവിടെ വരുമ്പോൾ ഞാൻ നോക്കാം. ഇതിവിടെ എടുക്കട്ടെ, നമുക്ക് ഗോൾഡിലേക്ക് പോവാം. ഞാനൊരു 4 hour എടുക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ അവസാനം പറഞ്ഞതിൽ തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇത് ഇവിടുന്ന് റിവേഴ്സ് വന്നത്? എന്തുകൊണ്ടാണ്? സെല്ലേഴ്സ് കൂടുതൽ.
സെല്ലേഴ്സ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇതിനെന്ത് പറയും? സപ്ലൈ സോൺ. സപ്ലൈ സോൺ എന്ന് പറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഇതൊക്കെ സിങ് ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാണ്. സിങ് ഇവിടെയാണ് ഞാൻ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു കൺസോളേഷൻ നടന്നിട്ടുണ്ട്. ഇവിടുന്ന് താഴത്തേക്ക് മാർക്കറ്റ് പോലും ഞാൻ വിസിബിൾ ആയത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഈ താഴത്തേക്ക് ഇറങ്ങിയാൽ കൂടുതലുണ്ടാവും. ഇതെന്താണ്? ഇതെന്താണ്? ഡിമാൻഡ്. ഡിമാൻഡ് സോൺ ആയോ? ഡിമാൻഡ് സോൺ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ. മനസ്സിലായോ? ഡിമാൻഡ് സോൺ. ഞാൻ ആദ്യം അത് വരച്ച എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം ഇങ്ങനെ വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടാവും. മുകളിലും താഴെ പോയിട്ട് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുകളിലും താഴെ പോയിട്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരയ്ക്കാറ്. ഞാൻ വരയ്ക്കുന്ന ഒരു ശൈലി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് പോയി ഇവിടെ എത്തി. ഇതെന്താണ്? ഇതെന്താണ്? റെസിസ്റ്റൻസ്. ഞാനിവിടെ വെച്ചു. റെസിസ്റ്റൻസ് ഞാൻ അവിടെ വയ്ക്കുകയാണ്. അപ്പൊ ഇതെന്താണ്? സപ്പോർട്ട്. നിങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത്ഭുതം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ സപ്പോർട്ട് നീട്ടി വരച്ചു. കാരണം സപ്പോർട്ടല്ലേ, നീട്ടി വരച്ചു. ഒന്ന് ആ സപ്പോർട്ടിൽ വന്നിട്ട് അടുത്ത സപ്പോർട്ട് വന്നിടത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയോ? സ്ട്രോങ് ആയി സപ്പോർട്ട്. ഞാൻ റെസിസ്റ്റൻസ് ഇവിടെ വരെ വരയ്ക്കുന്നുള്ളൂ. ആദ്യം ഞാൻ ഇവിടെ വരെ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആ റെസിസ്റ്റൻസിൽ വന്ന് ഒരു റീടെസ്റ്റ് എടുത്ത് മുകളിലോട്ട് പോയോ? ഇവിടെ വരെ പോയോ? അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ നിങ്ങൾക്ക് റൺ ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഉണ്ടായിരുന്നത്? അവിടെ വേറൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു ഹൈ ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു ഹൈ ആണ്, ഇതുപോലുള്ള ഹൈ ആണ് അല്ലേ? അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഹൈ അല്ലേ? ആണോ? അപ്പോൾ ഹൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാനൊരു ഹൈക്ക് വരച്ച് വെച്ചു. ദൈവം കറക്റ്റ് വന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങി. നോക്കിയാൽ കറക്റ്റ് വന്നിട്ട് അതിലേക്ക് എന്തായാലും ഇത് സപ്ലൈ ആണ് അല്ലേ? ഈ സപ്ലൈ ഏരിയയിൽ വന്നിട്ട് കറക്റ്റ് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി. റെസിസ്റ്റൻസ് ഞാനിങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞ് അതിന് മുന്നേ ഞാൻ ഇവിടം വരെ നിന്നു. ഞാൻ വീണ്ടും ഇവിടെ എന്താണ്? ഇതൊരു ചെറിയ റെസിസ്റ്റൻസ് ആണ്. ആണോ? അല്ലേ? ചെറിയ റെസിസ്റ്റൻസ് ആണ് അല്ലേ? 4 ഹവറിൻ്റെ ആണ് കേട്ടോ. നിങ്ങൾ ചെറുതാന്ന് വിചാരിക്കണ്ട. ഇതൊരു ചെറിയ റെസിസ്റ്റൻസ് ആണ്. ആണോ? റെസിസ്റ്റൻസ് ആണ്. ആണോ? അതെ. ഞാനിത് എന്താ മുകളിലേക്ക് വരയ്ക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. റെസിസ്റ്റൻസ് ആണ്. കാരണം ഞാൻ സിംഗ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടോ. സിംഗുകൾ നോക്കിയിട്ട് ഇതും വേണമെങ്കിൽ എനിക്ക് വരയ്ക്കാം. ഞാൻ വരയ്ക്കാന്ന് വെച്ചാൽ കൂടുതലാവണ്ടെന്ന് എനിച്ചിട്ടാണ്. റെസിസ്റ്റൻസ് ആണ്. ഇതൊരു സപ്ലൈ ഏരിയ ആണ്. നമുക്കറിയാം എന്താണ് സപ്ലൈ ഏരിയ ആണ് അല്ലേ? എന്നുവെച്ചാൽ ഇവിടേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പോൾ പണി കിട്ടും എന്നുള്ളത് നമുക്കറിയാം ഇല്ലേ? കാരണം എന്ന് വെച്ചാൽ ആളുകൾ ഇതുപോലുള്ള ആളുകളല്ല, ഇതിനും കൂടുതലുള്ള ആളുകളാണ് മുകളിലിരിക്കുന്നത് എന്നുള്ളത് അറിയാം നമുക്ക്. മനസ്സിലായില്ലേ ഇപ്പോൾ നേരത്തെ പറഞ്ഞാല് ഇല്ലേ? ഞാൻ ഇവിടെ നിന്ന് വെച്ചു, ഈ വരച്ചു. സപ്ലൈ ഏരിയയിലേക്ക് എന്ത് ചെയ്തു? ക്യാൻഡിൽ കയറിപ്പോയി. അവിടെ എത്തി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റെസിസ്റ്റൻസ് ഏരിയ നമ്മളിത് എന്തായിരിക്കും? ഈ ഒരു ഇതായിരിക്കും റെസിസ്റ്റൻസ് ഏരിയ. ആണോ? അല്ലേ? കാരണം ഇതായിരിക്കും. കാരണം ഇത് സപ്ലൈ ഏരിയ, ഇത് റെസിസ്റ്റൻസ് ഏരിയ. കാരണം അടുപ്പിച്ച് താഴോട്ടേക്ക് റീടെസ്റ്റിന് വരുന്നത്. പക്ഷേ